കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നു. അത് മാറി വരുന്നത് തന്നെയാണ്. കുറച്ചാളുകൾ മാത്രമേ നമുക്ക് നമ്മളോട് ഇത് യാതൊരു വിധത്തിലുള്ള അനുഭാവവും പ്രകടിപ്പിക്കാത്ത ആളുകളുള്ളൂ എന്നുള്ളതിനാണ് പറയുന്നത്. നമ്മൾ ഈ സംഘടന വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ തൊഴിൽ മേഖലയെ സമൂഹത്തിൽ ഉന്നതമായ നിലയിലേക്ക് സമൂഹം ഉൾപ്പെടെ നോക്കിക്കണ്ട് ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വളരെ ജീവകാരുണ്യ പ്രവർത്തനത്തോടെ കൂടി നമ്മുടെ സംഘടന അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏതൊരു സംഘടനയുടെ പ്രവർത്തന രീതി പോലെ തന്നെ ഒരു കേഡർ സ്വഭാവത്തോടുകൂടി തന്നെയാണ് നമ്മുടെ സംഘടന ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1985 ഒരു 10-15 ആൾക്കാർ കൂടി നമ്മുടെ ഈ സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് അവരാകെ നമ്മുടെ സംഘടനയെ പറ്റി സ്വപ്നം കണ്ടത് ഒന്നിച്ചു കൂടി നമ്മുടെ ഈ സംഘടനയുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയായിരുന്നു അത് നമ്മുടെ സംഘടന രൂപം കൊണ്ടതെങ്കിൽ ഇന്ന് ഈ 40 വർഷം കഴിയുമ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ക്ഷേമ പദ്ധതികൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2009 അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ ടോബി തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ കമ്മിറ്റി പുതിയ രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ് പദ്ധതി കൊണ്ടുവരികയും അതുപോലെ തന്നെ മെമ്പർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി നിലവിൽ വന്നു. നമുക്കറിയാം, ഏതൊരു സംഘടനയെ പോലെ തന്നെ നമ്മൾ മെമ്പർമാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 40 വർഷം പിന്നിട്ട് നിൽക്കുമ്പോഴും നമുക്കറിയാം, സംഘടന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വിദ്യാഭ്യാസ മേഖലകളിലായാലും നമ്മുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുന്ന രീതിയിലുള്ള പദ്ധതികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2025 പുതിയതായി സംഘടന രൂപം കൊടുത്ത ഒരു ലൈഫ് ലൈൻ പദ്ധതി, അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അതിന്റെ പ്രവർത്തനം ഈ ഒക്ടോബർ 1 മുതൽ 10 ലക്ഷം രൂപ ഒരു മരണപ്പെട്ട വ്യക്തിക്ക്, ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട മരണപ്പെട്ട ഒരു വ്യക്തിക്ക് 10 ലക്ഷം രൂപ മരണപ്പെട്ട് 10 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എത്തിച്ചേരുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് ലൈൻ പദ്ധതി. ഒരു ക്ഷേമ പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംഘടന ഈ ലൈഫ് ലൈൻ പദ്ധതിയെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ ജില്ലാ സെക്രട്ടറിയും ട്രഷററും സൂചിപ്പിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതുപോലുള്ള നൂതനമായ പല പദ്ധതികളും ട്രെയിനിങ് നമ്മുടെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വാഹന വ്യവസായ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ മിഷനറീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹന റിപ്പയറിംഗ് മേഖലയിലുള്ള പരിജ്ഞാനം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടന ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും നല്ല രീതിയിലുള്ള ട്രെയിനിങ് വിവിധ കാറ്റഗറിയിലുള്ള വിവിധ മേഖലകളിലുള്ള ആൾക്കാർക്ക് പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയുള്ള പുതിയ ടെക്നോളജി പ്രകാരമുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, പക്ഷേ നമ്മുടെ മെമ്പർമാര് അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. കാരണം നമ്മുടെ ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് യൂണിറ്റ് തലത്തിൽ അറിവ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെമ്പർമാർ അത് വേണ്ടത്ര രീതിയിൽ അതിനെ കൊണ്ടിരിക്കുന്ന ഈ വാഹന ഈ സമയത്ത് പണ്ട് നമ്മൾ 1-2 സ്റ്റാൻഡ് വെച്ച് പണിയെടുക്കുന്ന ആ രീതി പോലെ ഇന്ന് പുതിയ ടെക്നോളജികളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം പുത്തൂർപ്പില് ഒരു MPD അവിടെ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ആ പഴയ നിന്ന് മാറി നമ്മൾ ഇതിനൊരു വ്യവസായമായി കണ്ടുകൊണ്ട് ഇതിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ ഈ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന രീതിയിലാണ് ഇന്ന് വാഹന ഈ റിപ്പയർ മേഖല മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമുക്കറിയാം, നമ്മൾ ഈ സംഘടനയുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഏതൊരു സംഘടനയെ പോലെ തന്നെയും നമുക്കറിയാം, മറ്റ് സംഘടനകളൊക്കെ നമ്മുടെ ഒരു മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ സാധാരണ ഏതൊരു സംഘടനയിലുള്ള ഒരു വ്യക്തിയായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് അവരെല്ലാവരും പിരിഞ്ഞുപോയി. പിന്നെ ആ കുടുംബത്തെ പറ്റി ശ്രദ്ധിക്കാനോ അവരുടെ ബുദ്ധിമുട്ടുകളെ അന്വേഷിക്കുവാനോ ആരും എത്തിപ്പെടാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ സംഘടന, നമ്മുടെ ഒരു മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്ക് 10 വർഷം 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10 വർഷത്തേക്ക് ഒരു വർഷം 10,000 രൂപ
കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും ആ കുട്ടികളുടെ പഠന ചെലവിന് വേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ ഇപ്പൊ നമ്മൾ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ലൈഫ് ലൈൻ പദ്ധതിയെ കുറിച്ചും അതുപോലെ തന്നെ സംഘടന നടപ്പിലാക്കി വരുന്ന പുതിയ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മുടെ സെക്രട്ടറി ട്രഷററും നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ട്രഷറർ സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 24, 25, 26 തീയതികളിൽ നമ്മുടെ അയൽ യൂണിറ്റ് കൂടിയായ മട്ടന്നൂർ വെച്ചാണ് നടക്കുന്നത്. ആ യൂണിറ്റിന് സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ ഒരു സമ്മാന കൂപ്പൺ നമ്മൾ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സമ്മാന കൂപ്പൺ നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് വാങ്ങിക്കൊണ്ട് അതിന് നല്ല രീതിയിലുള്ള ഒരു പ്രചോദനമായിക്കൊണ്ട് അത് കളക്ട് ചെയ്ത് അത് യൂണിറ്റ് ഭാരവാഹികളെ ഏൽപ്പിക്കണം. നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന നമ്മുടെ ദാസം മാഷ്, നമ്മുടെ അന്തരിച്ച നമ്മുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ദാസം മാഷിന്റെ പേരിൽ ഒരു ജില്ലാ ആസ്ഥാന മന്ദിരം പണിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ജില്ലാ സമ്മാനത്തിന് ഒരു ഫണ്ട് ശേഖരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സേവനം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടി ഇന്നത്തെ ഈ യൂണിറ്റ് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ശ്രീ സംഗീത മഠത്തിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന യോഗാധ്യക്ഷൻ, ഈ യൂണിറ്റ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഷിജു, അതുപോലെ തന്നെ നമുക്ക് ഈ ചടങ്ങിന് സ്വാഗത ഭാഷണം ഓതിയിട്ടുള്ള പേരാവൂർ യൂണിറ്റിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സെക്രട്ടറി ശ്രീ അജയൻ കെ, അതുപോലെ തന്നെ ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കണ്ണൂർ ജില്ലയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു, അതുപോലെ തന്നെ ഇവിടെ പുതിയ ലൈഫ് ലൈൻ പദ്ധതിയെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റി വിശദമായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണൂർ ജില്ലയുടെ പ്രിയപ്പെട്ട ജില്ലാ ട്രഷറർ ശ്രീ സുനിൽ പി, അതുപോലെ തന്നെ ജില്ലാ പ്രവർത്തക സമിതി അംഗവും പേരാവൂർ യൂണിറ്റിൻ്റെ ചുമതലയുമുള്ള പേരാവൂർ യൂണിറ്റിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ബിജു മട്ടന്നൂർ, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഏകദേശം 160-ൽ പരം വരുന്ന ആൾക്കാർ പേരാവൂർ യൂണിറ്റിലുണ്ട്. അതിൽ 100ഓളം ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ സംഘടനയെ പറ്റി പഠിക്കുവാനും എൻ്റെ സംഘടന എന്താണെന്ന് മനസ്സിലാക്കുവാനും എൻ്റെ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് എൻ്റെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ആത്മാഭിമാനത്തോടുകൂടി ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുന്നിലുള്ളത് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ. 1984 കാലഘട്ടത്തിൽ എറണാകുളത്തുള്ളൊരു വർക്ക്ഷോപ്പിൻ്റെ ഒരു ചായപ്പിലിരുന്നുകൊണ്ട് മാത്യു കട്ടുപ്പുറവും സീതരേട്ടനും സീതരേട്ടനും ഒക്കെ ചിന്തിച്ചതിൻ്റെ പരിണത ഫലമാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നതും ഈ ഏറ്റവും മഹത്തരമായ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയുടെ ഭാഗവാക്കായി നമ്മൾ മുന്നോട്ട് പോകുന്നു. 40 വർഷമായി നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിൽ വർക്ക്ഷോപ്പ് അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ക്ഷേമത്തിനും അവരുടെ തൊഴിലിടങ്ങളിലുള്ള അഭിവൃദ്ധിക്കും വേണ്ടി കൃത്യമായി പ്രവർത്തിച്ചു പോകുന്ന സംഘടനയാണ്. 1985 കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് ഒരു ബൈലോ രൂപം കൊടുക്കുകയും അതിനുശേഷം വന്ന ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ മുഴുവൻ ആൾക്കാരും വളരെ കൃത്യതയോടുകൂടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അവരനുഭവിച്ച ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ അനുകൂലമായ സാഹചര്യമല്ല, പ്രതികൂലമായ സാഹചര്യങ്ങൾ. എന്നാൽ ഇന്നത്തെ പോലെ വാഹന സംവിധാനങ്ങളില്ല, ഇന്നത്തെ പോലെ നവമാധ്യമങ്ങളില്ല. എന്നിട്ട് പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ച് ഇന്ന് കാണുന്ന ഈ സംഘടനയുടെ തലത്തിലേക്ക്, സംഘടനയാകുന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിന് അവർ അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നീട് വന്ന മുഴുവൻ നേതാക്കന്മാരും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതിന്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്.
നമുക്ക് സംഘടന രൂപം കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ മെമ്പർമാർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് വെൽഫെയർ ഇൻഷുറൻസും ആനുകൂല്യങ്ങളല്ല. നമ്മളെ തൊഴിൽ മേഖലയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മളെ തൊഴിൽ മേഖലയിൽ ഇനിയും എങ്ങനെ വളർച്ച ഉണ്ടാവണം, നമ്മൾ ഈ തൊഴിൽ മേഖല എന്നിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മൾ മെമ്പർമാരുണ്ടായാലേ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടം ഉണ്ടായാൽ മാത്രമേ മെമ്പർമാർക്കും സംഘടനയും ഉണ്ടാകും. അപ്പൊ ആ സംഘടന മികച്ച രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിന്റെ ആദ്യപടിയായി ചെയ്തത് ഒരു ട്രെയിനിങ് ബോർഡ് രൂപീകരിക്കുകയാണ് 2009. ആ ട്രെയിനിങ് ബോർഡിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് മാറി മാറി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന പണിയിടങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആയാസരഹിതമായി കൃത്യമായി നമ്മുടെ തൊഴിലിനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വൻകിട കമ്പനികളെ കിടപിടിക്കുന്ന തരത്തിൽ തന്നെ നമ്മൾ സാധാരണക്കാരായി തൊഴിലെടുക്കുന്നവർക്കും കൂടി ആ തലത്തിലേക്ക് ഉയരണമെന്നുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ട്രെയിനിങ് ബോർഡ് നിലവിൽ വന്നത്. അതിനുശേഷമാണ് മെമ്പർഷിപ്പ് തുകയും അതിലൂടെ തന്നെ വെൽഫെയർ ഇൻഷുറൻസും ആനുകൂല്യങ്ങളൊക്കെ കടന്നു വന്നത്. ഇന്ന് നമ്മൾ കേരളത്തിൽ തന്നെ 65 വയസ്സ് കഴിഞ്ഞ 10 വർഷം ലൈവ് മെമ്പറായിരിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക സ്വതന്ത്ര സംഘടന നമ്മുടേതായിരിക്കും. നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. സ്വന്തമായ രീതിയിൽ പെൻഷൻ കൊടുക്കുക, ഒരു അപേക്ഷ പോലും നമ്മൾ കൊടുക്കേണ്ട. 65 വയസ്സായ ലൈവ് മെമ്പർ ആണെങ്കിൽ ഒരു അപേക്ഷ പോലും നമ്മൾ കൊടുക്കേണ്ടതില്ല. നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ കമ്പ്യൂട്ടറിൽ വലിയ സിസ്റ്റത്തിൽ നമുക്ക് 65 വയസ്സ് ഇന്നാകുന്നെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ചെക്ക് വരാൻ തുടങ്ങും. 6 മാസം 2 ചെക്കായിട്ടാണ് വരിക. അത്തരത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഏക സംഘടന നമ്മുടെ സംഘടനയാണ്. ഇത്തരത്തിലുള്ള ഒരു പിടി ക്ഷേമ പ്രവർത്തനങ്ങൾ കാലം 365 ദിവസവും സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന ഏക സംഘടന നമ്മുടേതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ നമ്മൾ ഓരോരുത്തരും ഭാഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1200 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്നത് 1200 രൂപയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു എന്നാണ്. ആ ചിന്ത നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ 1200 രൂപ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ എന്ത് സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ സംഘടന എനിക്ക് 1200 രൂപയുടെ എത്രയോ മടങ്ങ് തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ ഞാൻ എന്ത് സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, എന്റെ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചിന്ത കൂടി നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ സംഘടന ഇന്ന് കാണുന്നതിനേക്കാളും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള അടുത്ത ജില്ലയായിട്ടുള്ള വയനാട് ചുരുൾമല മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിരുന്നു. ആ ദുരന്തമുഖത്തേക്ക് ആദ്യം കുതിച്ചെത്തിയ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മെമ്പർമാരും അവിടുത്തെ വയനാട്ടിലെ മെമ്പർമാരും അവിടുത്തെ PSTകളും പ്രവർത്തക സമിതികളും അവിടുത്തെ നേതാക്കന്മാരും അടക്കമാണ് അവിടെ ഓടിച്ചെന്നത്. ആ സമയത്ത് തുടങ്ങിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, ആ ദുരന്തമുഖത്ത് നിന്ന് തുടങ്ങിയ അവിടെ മരിച്ചു വീണവരെ എടുത്ത് അവരെ കുളിപ്പിച്ച് മോർച്ചറിയിലേക്ക് ആളെ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ അപകടം പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും, അതുപോലെ തന്നെ അവിടെ എത്തിയ റെസ്ക്യൂ വാഹനങ്ങൾക്ക്, ആംബുലൻസ് പോലുള്ള അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി വാഹനങ്ങൾക്ക്, JCB, ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ കേടുപറ്റുന്ന സമയത്ത് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ, അല്ലെങ്കിൽ അതെന്റെ കടമയാണ്, എന്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയം മുതൽ അവിടെ 1 മിനിറ്റ് പോലും പാഴാക്കാതെ പ്രവർത്തിച്ചവരാണ് നമ്മുടെ സംഘടനയിലെ പ്രിയപ്പെട്ടത്. അന്ന് തുടങ്ങിയ നമ്മുടെ സംഘടനാ പ്രവർത്തനം അവസാനിച്ചത് ഈ കഴിഞ്ഞ മാസം ജൂൺ 4-ാം തീയതി 6 വീടുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള സർവ്വതും നഷ്ടപ്പെട്ട് ബാക്കിയായ ആൾക്കാർക്ക് 6 പേർക്ക് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ മനോഹരമായി സമൂഹത്തിൽ ഒരു നല്ല രീതിയിൽ താമസിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഏറ്റവും മികച്ച രീതിയിലുള്ള പാർപ്പിട സംവിധാനമാണ് നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കുന്നത്. ആ 6 സമൂഹത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നിസ്സീമമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, ഇത്തരത്തിൽ നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കണം, ഇത്ര പൈസ അതിലേക്ക് ചെലവ് വരുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ ഇത്ര തുക നിങ്ങൾ എടുക്കണമെന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസത്തെ വേതനമല്ല, എന്നാൽ കഴിയുന്ന വിധത്തിൽ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസത്തെ അരി വാങ്ങിയിട്ടില്ലെങ്കിലും സാരമില്ല, എന്റെ മക്കൾക്ക് ഒരു ദിവസത്തേക്ക് അത് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും സാരമില്ല, എന്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നാൽ കഴിയുന്ന തരത്തിൽ എന്റെ ഒരു ദിവസത്തെ വേതനം തരാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സംഘടന ഈ 40 വർഷങ്ങൾ തികഞ്ഞ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കാണേണ്ടത് ഏറ്റവും താഴേക്കിടയിലെ ആൾക്കാരെയാണ്.
ഏറ്റവും താഴെ രീതിയിൽ അന്നന്നത്തെ ജീവിത അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നന്ന കുടുംബം പോറ്റാൻ വേണ്ടി താഴെക്കിടയിൽ ജീവിക്കുന്നവരെ കണ്ടുകൊണ്ട് വേണം ഏത് പദ്ധതിയും രൂപം കൊണ്ടുവരാനാണ്. അത്തരത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന. അത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ മെമ്പർമാരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അത്തരത്തിലൊരു പ്രവർത്തനമാണ് ലൈഫ് ലൈൻ പദ്ധതി എന്നുള്ള പുതിയ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ലൈവ് മെമ്പർ ആയിരിക്കുന്ന നമ്മളെ ഈ വർഷം 2024-25 വർഷം മെമ്പർഷിപ്പ് എടുക്കുന്ന ഏതൊരു മെമ്പർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഈ വരുന്ന ജൂലൈ 31 നമ്മൾ മുഴുവൻ ആൾക്കാരും അതിൽ ചേർന്നിരിക്കണം. ജൂലൈ 31 ശേഷം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് 55 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. 55 വയസ്സിന് താഴെയുള്ളവരാണ് അതിനുശേഷം ചേരുന്നതെങ്കിൽ 6 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് കാത്തിരിക്കേണ്ടി വരും. ജൂലൈ 31 2000 രൂപ കൊടുത്ത് ചേരുന്ന മെമ്പർമാർ ഒക്ടോബർ 1 മുതലാണ് നമ്മുടെ ഈ പദ്ധതിയിൽ നിലവിൽ വരുന്നത്. ഒക്ടോബർ 1 മുതൽ മരണപ്പെടുന്ന ഏതെങ്കിലും ഒരു മെമ്പർക്ക്, ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ മെമ്പർഷിപ്പ് എടുത്ത മെമ്പർക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇല്ലാതായാൽ പോലും നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ, കുടുംബക്കാരെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഘടന നമ്മളെ ഒരാളെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. അത്തരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് 2000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് 1000 രൂപ ടോപ്പപ്പ് ഒക്ടോബർ 1 1000 രൂപ ടോപ്പപ്പ് ചെയ്ത് കയറുന്ന മെമ്പർമാർക്ക് നമ്മൾ മരണം ഒക്ടോബർ 1 മുതൽ മരണമടയുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 10 ദിവസം കൊണ്ട് അതിന്റെ ചെക്ക് അവരെ വീട്ടിലെത്തിക്കും. അത് നമ്മുടെ മുന്നിൽ ഒരു വ്യാപാരി വ്യവസായ രീതിയുടെ ജീവകാരുണ്യ പ്രവർത്തന രൂപത്തിന്റെ ഒരു കാരുണ്യ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ നല്ല വശങ്ങളും അതിന്റെ ചീത്ത വശങ്ങളും അതിന്റെ പോരായ്മകളും എല്ലാം കൃത്യമായി തുടങ്ങി അന്നത് പഠിച്ചുകൊണ്ട് അതിന്റെ പോരായ്മകളെല്ലാം മാറ്റിക്കൊണ്ട് കൃത്യമായി കൊണ്ടുപോകാനുള്ള സംവിധാനത്തിലേക്കാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒക്ടോബർ 1 നിങ്ങളുടെ ഓരോരുത്തരെയും ഫോണിലേക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു പാസ്വേഡും ഒരു ഐഡിയും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങൾ എത്ര പൈസ നിന്നുണ്ട്, കേരളത്തിൽ എത്ര ആളുകൾ ശരാശരി മരിച്ചു, എത്ര പൈസ നമ്മൾ ഫോണിൽ നിന്ന് കട്ടായി, 1000 രൂപയിൽ നിന്ന് ശരാശരി നമ്മൾ മരിക്കുന്ന സമയത്ത് ഇപ്പോൾ 30,000 മെമ്പർമാർ നമ്മൾ കേരളത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ, ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ 30,000-ൽ 90% എന്ന് പറയുന്നത് 27,000 ആൾക്കാർ. ആ 27,000 ഭരിക്കണം 10 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 27 രൂപക്കും 30 രൂപക്കും ഇടയിൽ തുകയായിരിക്കും നമ്മൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ അടയ്ക്കേണ്ടി വരിക. അത് നമ്മൾ പൂർണ്ണമായിട്ടും മെമ്പർമാർ ജൂലൈ 31 ശേഷം മാത്രമേ എത്ര തുക നമ്മൾ എടുക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലാണ് അതിന്റെ കണക്ക് കൂട്ടുക. ടോട്ടൽ എത്ര മെമ്പർമാരുണ്ട്, ആ മെമ്പർമാരുടെ 90% ഹരിക്കണം 10 ലക്ഷം. അതെത്രയാണോ തുക വരുന്നത്, ആ തുകയായിരിക്കും നമ്മുടെ ഫോണിൽ നിന്നും ഓരോ ആളും ഹരിക്കുമ്പോഴും കട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില ആൾക്കാരുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാത്തതിന് സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഫോണിലേക്ക് കൃത്യമായി വിളിക്കുന്നതും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കും. ഇനിയുള്ള നമ്മുടെ വീട്ടിലെ മക്കളോ ഭാര്യയോ വാട്സപ്പുള്ള എന്തെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ നമ്പർ ആഡ് ചെയ്യാനുള്ള ഇതുണ്ട്. അതിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു നമ്പർ കൂടി കൊടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ 1000 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 800 രൂപയോട് നമ്മൾ എത്ര ആൾക്കാർ മരിച്ച് 800 രൂപയോട് കട്ടാക്കുന്ന സമയത്ത് 200 രൂപ ബാലൻസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അലേർട്ട് വരും. ഇതുപോലെ എല്ലാവരുടെ ഫോണിലേക്കും മെസ്സേജ് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഫോൺ കോൾ വഴിയും നിങ്ങൾക്ക് അതിൻ്റെ അലേർട്ട് വരും. നിങ്ങളുടെ ഫോണിൽ ഇനി 200 രൂപ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യണം. ആ സമയത്ത് 200, 500, 1000 രൂപയുടെ റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആൾക്കാരുടെ എത്ര മെമ്പർഷിപ്പ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ പദ്ധതിയുടെ മുന്നോട്ട് പോവുകയെന്ന് നോക്കിയിട്ട് ഈ പദ്ധതിയിൽ ചേരുന്ന മുഴുവൻ ആൾക്കാർക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സഹായം ചെയ്യാൻ, കാര്യത്തിൽ ചികിത്സാ ചെലവുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ആ ഫണ്ടിൽ നിന്ന് ഒരു വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കി അവരെ ചേർത്ത് പിടിക്കാൻ കൂടിയുള്ള ഒരു പദ്ധതി കൂടി സമീപഭാവി മെമ്പർഷിപ്പ് ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ എന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതുകൂടി വരുന്നതായിരിക്കും. അത് ഏകദേശം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് പുറമെ ഇതുവരെ നമുക്ക് കിട്ടിയ വെൽഫെയർ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ മുഴുവൻ അതിന് പുറമേ കിട്ടും. ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ട് അതൊന്നും കെട്ടാവുന്നില്ല. സംഘടനയുടെ ഇതുവരെ കിട്ടിയ മുഴുവൻ ആനുകൂല്യങ്ങളും ഈ ആനുകൂല്യത്തിന്റെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഈ വരുന്ന ഈ മേധാവി യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും നമ്മൾ ഒരു ഉപേക്ഷയും കൂടാതെ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം പണിയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്.
കുടുംബത്തിന്റെ ചിന്തയിൽ നിന്നുകൊണ്ട് ഞാൻ ഇല്ലാതായി പോലും എൻ്റെ കുടുംബം അന്യനീയപ്പെട്ടു പോകാൻ പാടില്ല, അല്ലെ എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുഴുവൻ ആൾക്കാരും ഉപേക്ഷയും കൂടാതെ ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ചേരണമെന്ന വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈഫ് ലൈൻ പദ്ധതിയെ പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കത് മുഴുവൻ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കുക. കൃത്യമായ രീതിയിലുള്ള സംശയ നിവാരണം നടത്തി മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. കൃത്യമായിട്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 24, 25, 26 തീയതികളിൽ നമ്മുടെ സമീപ പ്രദേശമായുള്ള മട്ടന്നൂർ യൂണിറ്റിൽ വെച്ച് നടക്കുകയാണ്. വളരെ നമ്മൾ ചരിത്രപരമായിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇതുവരെ കഴിഞ്ഞ മുഴുവൻ സമ്മേളനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് 3 ദിവസം നടത്തുന്ന ഐതിഹാസികമായ ജില്ലാ സമ്മേളനത്തിൽ നിങ്ങളുടെ പേരാവൂർ യൂണിറ്റിലെ മുഴുവൻ മെമ്പർമാരുടെയും പങ്കാളിത്തം സജീവമായി ഉണ്ടാവണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച പ്രിയപ്പെട്ട പേരാവൂർ യൂണിറ്റിലെ മെമ്പർമാർക്ക് ഹൃദയത്തിൽ നിന്നും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് വേദന. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീകണ്ഠൻ സാറിനോട് ക്ഷണിക്കുകയാണ്. പേരാവൂർ വാർഷിക സമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷൻ പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് അജിയൻ്റെ, നമ്മുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു, നമ്മുടെ ജില്ലാ യൂണിറ്റ് വാർഷിക സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ ഷിജു, നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംഗീത് മണത്തിൽ, ജില്ലാ കമ്മിറ്റി അംഗം ബിജു മട്ടന്നൂർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ ഈ പേരാവൂർ യൂണിറ്റിൽ ഈ കാലയളവിൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിന് ശേഷമുള്ള കാലയളവിൽ നമ്മൾ 2 പേർക്ക് വെൽഫെയർ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഒരു സുധാകരൻ എന്ന് പറഞ്ഞ മെമ്പർക്ക് 89,980 രൂപയും പ്രവീൺ 8,400 രൂപയും. ഇത് കഴിഞ്ഞ 5-ാം മാസം കൊടുത്ത ചെക്കാണ്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ഇവിടെ വന്നതാണെന്ന് പറയുന്നത് ഈ പ്രവീണിൻ്റെ ചെക്ക് മടങ്ങിയിട്ടുണ്ട്. അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ട് അത് മടക്കി തരുന്നതായിരിക്കും. നമ്മുടെ സംഘടന പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ 2009 ഈ പെൻഷൻ ആനുകൂല്യം പ്രഖ്യാപിച്ച ആ സമയത്ത് കണ്ണൂർ ജില്ലയിൽ 63 പേരാണ് ഉണ്ടായിരുന്നത്. പെൻഷൻ നമ്മളെ മുരുകന്മാർ 65 വയസ്സ് കഴിഞ്ഞ് നമ്മളെ മുരുകന്മാർ. അപ്പോൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളത് 180 മെമ്പർമാരുണ്ട്. ഈ പെൻഷൻ കൊടുക്കാൻ മാത്രം കണ്ണൂർ ജില്ലയിൽ മാത്രം 6,12,000 രൂപ വേണം. ഈ സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കാൻ 35 ലക്ഷം രൂപ വേണം. ഇതാണ് സംഘടനയിലെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മുടെ ഈ ലൈഫ് ലൈൻ പദ്ധതി, ഈ ലൈഫ് ലൈൻ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മെമ്പർ മരണപ്പെട്ടാൽ 10 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ അവരുടെ വീട്ടിലെത്തുന്ന പദ്ധതിയാണ് ലൈഫ് ലൈൻ പദ്ധതി. നമ്മൾ ഈ വരുന്ന ജൂലൈ 31 എല്ലാവർക്കും ചേരാം. ജൂലൈ 31 എല്ലാവർക്കും ചേരാം. വയസ്സിൻ്റെ പ്രാധാന്യമില്ല, രോഗത്തിനടിമയാകത്തില്ല, അങ്ങനത്തെ എല്ലാം ഒന്നും നോക്കണ്ട, ആരെയും ചേർക്കാം. ഈ ജൂലൈ 31 കഴിഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞ ഒരു മെമ്പർമാർക്കും നമ്മൾ ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ചേരാൻ പറ്റില്ല. അതേപോലെ കിടപ്പ് രോഗികൾക്ക് ചേരാൻ പറ്റില്ല. അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന ജൂലൈ 31 തന്നെ നിങ്ങളെല്ലാവരും ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ചേരണം. ഈ ലൈഫ് ലൈൻ ചെയ്ത് 31 ചേർന്നു ഒരു മാസത്തിനുള്ളിൽ മരണപ്പെട്ടാൽ 5 പൈസ കിട്ടില്ല. പൈസ കിട്ടുന്നത് ഒക്ടോബർ 1 മുതൽ മാത്രമാണ്. ഒക്ടോബർ 1 മുതൽ ഈ ജൂലൈ 31 ലൈഫ് ലൈൻ പദ്ധതിയിൽ ചേർന്നാൽ ആനുകൂല്യം കിട്ടുന്നത് ഒക്ടോബർ 1 ശേഷം മാത്രമായിരിക്കും. ഒക്ടോബർ 1 ശേഷമാണ് മരണപ്പെട്ടതെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ആ മരണപ്പെട്ട മെമ്പറുടെ വീട്ടിൽ 10 ലക്ഷം രൂപയുടെ ചെക്ക് എത്തിക്കുന്നതായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. അതേപോലെ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ സംഖ്യയിൽ വലിയ സംഖ്യയാണ്. ഇപ്പോൾ എല്ലാ ഇതിലും നമ്മളെ അവകാശി നോമിനി, സാധാരണ നോമിനി വേണ്ടവ നമ്മൾ ഈ സംഘടനയിൽ നോമിനികൾ വെച്ചാൽ നമ്മൾ 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അത് ചിലപ്പം ചെറുപ്പക്കാരൻ മരിച്ചാൽ
ഭാര്യക്കായിരിക്കാം, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെ പേര് എഴുതാം, നോമിനികളാണ്. ഓരോ ഇപ്പോൾ 10 ലക്ഷം ഞാൻ മരിച്ചാൽ 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ 5 ലക്ഷം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ 2 ലക്ഷം എൻ്റെ അമ്മക്ക് കൊടുക്കണം, 1 ലക്ഷം അച്ഛന് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അതിൽ വ്യക്തമായിട്ടൊരു കോളമുണ്ട്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൽ എഴുതാം ആർക്കാണ് കൊടുക്കേണ്ട, എത്ര ശതമാനമാണ്. അതാണ് നമ്മുടെ ഈ ലൈഫ് ലൈൻ പദ്ധതിയുടെ നോമിനിയെ പറ്റി പറയാനുള്ളത്. ചേരുന്നവർക്ക് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ചേരുന്നവർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ മാർച്ച് അടുത്ത കൊല്ലം 2026 ഏപ്രിൽ 1 മുതൽ ശേഷം ആനുകൂല്യം കിട്ടും. ഇപ്പം ജൂലൈ 31 ശേഷം ആണ് ഒരു മെമ്പർ ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആനുകൂല്യം കിട്ടുക അടുത്ത 2026 ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷമാണ്. അതിൻ്റെ നടുക്ക് ആര് മരണപ്പെട്ടാലും ഒരു ആനുകൂല്യം കിട്ടില്ല. അതാണ് ലൈഫ് ലൈൻ പദ്ധതി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ജൂലൈ 31 തന്നെ എല്ലാവരെയും, പ്രത്യേകിച്ച് 55 വയസ്സ് ആവാൻ പോകുന്നവരെ നിർബന്ധമായി ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ചേർക്കണം. അതാണ് ലൈഫ് ലൈൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 24, 25, 26 തീയതികളിൽ മട്ടന്നൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് ഒരു സമ്മാന കൂപ്പൺ നമ്മൾ അടിക്കുന്നുണ്ട്. നമ്മൾ സമ്മാന കൂപ്പൺ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമ്മേളന കൂപ്പൺ അടിക്കുന്നുണ്ട്. സമ്മേളന കൂപ്പണിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ സമ്മേളന കൂപ്പൺ അടിക്കുന്നത് നമ്മളെ ജില്ലയിൽ ഒരു ആസ്ഥാന മന്ദിരം വേണം. ഇപ്പോൾ വാടക എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു ആസ്ഥാന മന്ദിരം വേണം. അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത്. ഈ ഫണ്ട് സ്വരൂപണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നമുക്ക് ജില്ലാ സമ്മേളനം കഴിയുന്നതോടുകൂടി ഒരു 3-4 സെന്റ് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മാന കൂപ്പൺ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഈ സമ്മാന കൂപ്പണുമായി സഹകരിക്കണം. അത് നമ്മൾ ഇത് ഉദ്ദേശിച്ചത് ഒരു സമ്മാന കൂപ്പണിൽ 50 രൂപയാണ് ഉണ്ടാവുക. ഒരു പുസ്തകത്തിൽ 25 രൂപ ഉണ്ടാവുക. ഒരു മെമ്പറെ ഒരു പുസ്തകം എന്ന രീതിയിലാണ് നമ്മൾ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് സമ്മാനം AC, 2ാം സമ്മാനം TV, 3ാം സമ്മാനം വാഷിംഗ് മെഷീൻ, പിന്നെ 10 സമ്മാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ സമ്മാന കൂപ്പണുമായിട്ട് നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ, നമ്മളെ യൂണിറ്റ് ഭാരവാഹികൾ വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളത് വേണ്ട, ഇത് വേണ്ട എന്ന് പറയാൻ പാടില്ല. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ സമ്മാന കൂപ്പണുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ആയിക്കഴിഞ്ഞാലും 40% വെൽഫെയർ ആനുകൂല്യം കൊടുക്കുന്നത്. അത് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു ദിവസമെങ്കിലും അവിടെ അഡ്മിറ്റ് ആവണം. എന്നാൽ മാത്രമേ ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ. നമ്മളെ ഇൻഷുറൻസ്, നമ്മളൊരു മെമ്പറെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടാൽ 5 ലക്ഷം രൂപയാണ് ഈ നമ്മളെ ഇൻഷുറൻസ് നമ്മളെ മെമ്പർമാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വരുന്ന ഈ ജൂലൈ 30-നുള്ളിൽ തന്നെ ലൈഫ് ലൈൻ പദ്ധതി നിർബന്ധമായും ഓരോ അതെല്ലാം ഇത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. ആ ആനുകൂല്യങ്ങൾ നമുക്ക് തന്നെയാണ് കിട്ടുക. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ 12% അതിനുള്ള പൈസ കൊടുക്കും. ബാങ്കിൽ ഡെപ്പോസിറ്റ് 12% വെച്ച് കൂട്ടുക. പിന്നെ നമ്മുടെ 30% കട്ടാക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ കട്ടാക്കിയില്ലെങ്കിൽ ആ പൈസ കുറഞ്ഞു പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം മരിക്കുമ്പോൾ പൈസയില്ല. ആദ്യമായിട്ട് മരിക്കുന്നവർക്ക് പൈസ കിട്ടും. ഞാനോ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ അതാണ് ഈ വരുന്ന നമ്മളെ വെൽഫെയർ ബോർഡ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്താണ് എടുക്കുന്നത്. അല്ല, ഒരു വർഷം കൃത്യ കണക്കട്ടെ. ഒരു വർഷം 139 ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട്. AWK മെമ്പർമാർ ഒരു വർഷം ശരാശരി 150 139 ഇടയിൽ ശരാശരി മരിക്കുന്നുണ്ട്. വെൽഫെയർ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. വയസ്സൊന്നുമില്ല. അതിൽ 20% ആൾക്കാർ 55 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. അല്ല, കൃത്യമായ കണക്ക് നമ്മൾ എടുക്കുന്നത്.
70% ആൾക്കാരും മരിച്ചത് 55 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പൊ നമ്മൾ ഈ പദ്ധതി വരുന്ന സമയത്ത് തന്നെ 55 വയസ്സ് മതിയെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മളാണ് പറഞ്ഞത് അത് പറ്റില്ല. കാരണം നമ്മളെ മുന്നിലുള്ള നമ്മളെ ഗുരുകാരണപരമായ എല്ലാ സംഘടനയെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, അവരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പാടില്ല. ജൂലൈ 31 അതിന് ശേഷം അവർക്കും ചേരാൻ പറ്റും. അതിനുള്ളിൽ നമ്മൾ ഒരാളെ പോലും അത് വയസ്സ് നോക്കണ്ട, ജൂലൈ 31 വയസ്സൊന്നും നോക്കണ്ട, മുഴുവൻ ആളും ചെയ്തു. നമുക്കത് ഇൻഷുറൻസ് അതിന് ഈ ഒരു ശതമാനം കൊടുത്ത് നമ്മൾ ഈ 30% എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെ, അതാണ് വെൽഫെയർ ബോർഡ് രൂപീകരിക്കുന്നത്. അതിനാണ് ഈ 10 ലക്ഷത്തിന് പുറമെ നിങ്ങൾക്ക് ചികിത്സാ സഹായം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുക. അത് ഇൻഷുറൻസിലേക്ക് ഒരു ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഷുറൻസിന് അനുഭവിക്കുന്നുണ്ട്. ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് നമ്മൾ പല പേപ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാലതാമസം എടുക്കുന്നുണ്ട്, പല നൂലാമാലകളുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ സംഘടന നേരിട്ട് തരുന്നതാണ്. 10 ദിവസം കൊണ്ട് ചെക്ക് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു അസുഖം, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ പേപ്പറുകൾ അത് ഏതൊക്കെ ഒരു പേപ്പർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനി നിരസിക്കും. അതിനുവേണ്ടി കാലതാമസം കൊടുക്കും. അതൊന്നും വേണ്ട, നമ്മളൊരു അപേക്ഷ കൊടുത്ത് ഇവിടെ ഗവേണിംഗ് ബോഡിയുടെ കണ്ണൂർ ജില്ലയിലെ ഈ ലൈഫ് പദ്ധതിയുടെ അതോറിറ്റി എന്നത് ഗവേണിംഗ് ബോഡിയാണ്. അത് കണ്ണൂർ ജില്ലാ ചെയർമാൻ, ജില്ലാ ട്രഷറാണ്. അതിന് കീഴിൽ 23 യൂണിറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത PSC കളിൽ നിന്നും തെരഞ്ഞെടുത്ത ഓരോരാളെ 23